ദേശാഭിമാനി ഫെബ്രുവരി 17 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് KT ബാലകൃഷ്ണൻ സനോര. പ്രധാന വാർത്തകൾ. അലംഭാവത്തിൻ്റെ വില. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ദുരന്തം. 18 മരണം. റെയിൽവേയുടെ അനാസ്ഥ വ്യക്തം. സമ്മർദ്ദത്തിലും കുലുങ്ങാതെ ശശി തരൂർ. വികസനം അംഗീകരിക്കാൻ ചിലർക്ക് മടിയെന്ന് മുഖ്യമന്ത്രി. തരൂർ പ്രവർത്തക സമിതിയിൽ നിന്നും രാജിവെക്കണമെന്ന് MM ഹസൻ. സംസ്ഥാനത്ത് കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് 300 കോടി കൂടി. KSTA സംസ്ഥാന സമ്മേളനം സമാപിച്ചു. D സുധീഷ് പ്രസിഡന്റ്, TK ഷാഫി ജനറൽ സെക്രട്ടറി. പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ള പ്രതിപിടിയിൽ. മോഷണത്തിലേക്ക് നയിച്ചത് ആഡംബര ജീവിതം. സബ്ജക്ട് മിനിമം മാർക്ക് സമ്പ്രദായം ഈ വർഷം തന്നെയെന്ന് മന്ത്രി ശിവൻകുട്ടി. ഡൽഹി മുഖ്യമന്ത്രി തീരുമാനം ഇന്ന്. വംശവെറിയുടെ ചാപ്പകുത്തി. പാലസ്തീൻകാരെ ഇസ്രായേൽ മോചിപ്പിച്ചത് ഭീഷണി പതിച്ച വസ്ത്രമണിയിച്ച്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ കേരളം ഇന്ന് ഗുജറാത്തിനോട്. ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഡൽഹിയോട്. വാർത്തകൾ വിശദമായി. ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ശനിയാഴ്ച രാത്രി തിക്കിലും തിരക്കിലും 18 പേർ കൊല്ലപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം റെയിൽവേക്കും കേന്ദ്ര സർക്കാരിനും. കോടിക്കണക്കിന് തീർത്ഥാടകർ കുംഭമേളയ്ക്ക് എത്തുന്ന പ്രയാഗ്രാജിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ UPയിലെ BJP സർക്കാരും യാത്രാ സൗകര്യം ഒരുക്കുന്നതിൽ കേന്ദ്രത്തിലെ BJP സർക്കാരും ഒരുപോലെ പരാജയം. പ്രയാഗ്രാജിൽ തിക്കിലും തിരക്കിലും 50ഓളം പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ന്യൂഡൽഹി റെയിൽവേ ദുരന്തം. റെയിൽവേയുടെ ആസൂത്രണമില്ലായ്മയും അലംഭാവവുമാണ് സ്റ്റേഷൻ ദുരന്തത്തിന് വഴിവെച്ചത്. 16ാം പ്ലാറ്റ്ഫോമിൽ പ്രയാഗ്രാജ് എക്സ്പ്രസ് പുറപ്പെടാൻ നിൽക്കുന്ന സമയത്താണ് ദുരന്തം അനുഭവം. ഈ സമയം 12ഉം 13ഉം പ്ലാറ്റ്ഫോമുകളിൽ എത്തേണ്ട ട്രെയിനുകൾ വൈകിയപ്പോൾ വൻ തിരക്കുണ്ടായി. ഇതേസമയം 16ാം പ്ലാറ്റ്ഫോമിലേക്ക് പ്രയാഗ്രാജ് സ്പെഷ്യൽ ട്രെയിൻ എത്തുന്നതായി അറിയിപ്പുണ്ടായതോടെ കുംഭമേളയ്ക്ക് പോകുന്നവരിൽ ആശയക്കുഴപ്പമുണ്ടാവുകയും ഇവരിൽ ചിലർക്ക് കൂട്ടമായി 16ാം പ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചതുമാണ് ദുരന്ത കാരണം. കേരളത്തിലെ വ്യവസായ മേഖലയിലുണ്ടായ മുന്നേറ്റം എണ്ണിപ്പറയുകയും നിക്ഷേപം ആകർഷിക്കാനുള്ള LDF സർക്കാരിന്റെ നടപടിക്ക് പിന്തുണ നൽകുകയും ചെയ്ത കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MPക്കെതിരെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണമെന്നതടക്കമുള്ള സമ്മർദ്ദം ശക്തമാകുമ്പോഴും വികസന അനുകൂല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. കേരളത്തിൽ LDF സർക്കാർ ആയതിനാൽ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുകയെന്ന നയമാണ് കോൺഗ്രസിനേത്. കേരളത്തിന് വികസനം കണ്ടില്ലെന്ന് നടിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ചിലർക്ക് ഒരു പ്രയാസവുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. LDF സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ച് സ്വതന്ത്ര അഭിപ്രായം പറയണമെങ്കിൽ ശശി തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്നും രാജിവെക്കണമെന്ന് UDF കൺവീനർ M ഹസൻ പറഞ്ഞു. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ശശി തരൂരിന്റെ അഭിപ്രായം തള്ളുന്നതിലൂടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ കേരളത്തിന് തന്നെ എതിരാവുകയാണെന്ന് LDF. കേരളത്തിലെ വികസന യാഥാർത്ഥ്യങ്ങളുടെ പേരിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ കോലാഹലങ്ങൾ അതിരിവിടുന്നതാണെന്ന് LDF വെളിപ്പെടുത്തി. ഇതിനിടെ തെരഞ്ഞെടുപ്പുകൾക്ക് മുസ്ലിം ലീഗ് ഒരുങ്ങിയിട്ടും UDF ഒരുങ്ങിയിട്ടില്ലെന്ന വിമർശനവുമായി മുസ്ലിം ലീഗ് ദേശീയ നേതാവ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടം തുടരുമെന്ന് നവകേരള സൃഷ്ടിക്കായി അണിനിരക്കണമെന്നും KSTA 34ാം സംസ്ഥാന സമ്മേളനം ആഹ്വാനം ചെയ്തു. KSTA സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റായി D സുധീഷിനെയും ജനറൽ സെക്രട്ടറിയായി TK ഷാഫിയെയും 34ാം സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. AK ബേരയാണ് ട്രഷറർ. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് വിരുദ്ധ സെൽ രൂപീകരിക്കുന്ന അടക്കമുള്ളത് ആലോചിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. റാഗിംഗ് നടത്തുന്നവർക്കെതിരെയുള്ള കർശന നടപടി എടുക്കുന്നതിനോടൊപ്പം ബോധവൽക്കരണം നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി 18-ന് പകൽ 10:30 തിരുവനന്തപുരം സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അക്കാദമിക മികവിനും സമഗ്ര ഗുണനിലവാര പദ്ധതികൾക്കും മാത്രമായി 37.85 കോടി രൂപ നീക്കിവെച്ചതായി മന്ത്രി V ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SFI 35ാം സംസ്ഥാന സമ്മേളനത്തിന് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് തുടക്കമാകും. പൊതുസമ്മേളന നഗരിയായ സഖാക്കൾ സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് പതാക ഉയർത്തും. തൃശൂർ ചാലക്കുടിയിലെ പേട്ടയിൽ ഫെഡറൽ ബാങ്ക് കൊള്ളയടിച്ച കേസിൽ പ്രതി പിടിയിലായി. ചാലക്കുടി ആശാരിപ്പാറ സ്വദേശി തെക്കൻ വീട്ടിൽ റിജോ ആന്റണി ആണ് 2ാം നാൾ പിടിയിലായത്. വീട്ടിൽ നിന്നാണ് പ്രതിയെ പ്രത്യേക അന്വേഷക സംഘം പിടികൂടിയത്. കൊള്ളയടിച്ച 15 ലക്ഷം രൂപയിൽ 10 ലക്ഷവും കണ്ടെടുത്തു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് 300 കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചു. ബജറ്റ് വകയിരുത്തൽ 679 കോടിയായിരുന്നെങ്കിലും ഈ സാമ്പത്തിക വർഷം തന്നെ 978.54 കോടി രൂപ ഇതിനകം നൽകി. മികച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ആവാസ് വ്യവസ്ഥയ്ക്ക് കൊച്ചിയിൽ 21, 22 തീയതികളിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി കൂടുതൽ കരുത്തേകും.
സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന മികച്ച നിക്ഷേപങ്ങളും പിന്തുണയും ഉറപ്പാക്കുന്നതിനും സംബന്ധിച്ച ചർച്ച ചെയ്യാനുള്ള പ്രത്യേക സെഷൻ ഉച്ചകോടിയിലുണ്ട്. രാജ്യത്ത് ആശാപ്രവർത്തകർക്ക് കൂടുതൽ മാസ ഓണറേറിയം നൽകുന്നത് കേരളമെന്ന് ദേശീയ ആരോഗ്യ ദൗത്യം. അലവൻസ് ഉൾപ്പെടെ മാസം 13,200 രൂപ ആശാ വർക്കർമാർക്ക് ഓണറേറിയം ലഭിക്കുന്നുവെന്ന് NHM വ്യക്തമാക്കി. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി BJPയുടെ നിയമസഭാ കക്ഷി യോഗം തിങ്കളാഴ്ച യോഗം ചേരും. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നിരവധി പേർ രംഗത്തുണ്ട്. മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മയുടെ പേരാണ് മുഖ്യമായും ചർച്ച ചെയ്യപ്പെടുന്നത്. മണിപ്പൂരിൽ സമാധാനവും നീതിയും ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ രാഷ്ട്രീയ രൂപരേഖ കേന്ദ്ര സർക്കാർ തയ്യാറാക്കണമെന്ന് സംസ്ഥാനത്തെ 10 കുക്കി MLAമാർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിന് തമിഴ് പ്രമുഖ മാധ്യമ സ്ഥാപനമായ വിഗ്ഡൻ വെബ്സൈറ്റ് ബോക്സ് ബ്ലോക്ക് ചെയ്തു. ശനിയാഴ്ച മുതലാണ് വെബ്സൈറ്റ് കിട്ടാതായത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരറിയിപ്പും ഇതുവരെ കിട്ടിയില്ലെന്ന് വികടൻ അറിയിച്ചു. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച കസ്റ്റഡിയിൽ അപേക്ഷ നൽകും. ഇയാളെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ഇതിന്റെ മുഖ്യ സൂത്രധാരനും സംഘപരിവാർ സഹയാത്രികവുമായ KN അനന്തകുമാർ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസൻ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം, തട്ടിപ്പിൽ ഇവരുടെ പങ്കാളിത്തം എന്നിവയിൽ കൂടുതൽ വ്യക്തത വരും. പരിശീലനകാലം സർവീസായി പരിഗണിച്ചതിന്റെ ആനുകൂല്യം 2010 മുമ്പ് വിരമിച്ചവർക്ക് ലഭ്യമാക്കണമെന്ന് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. ൂരിൽ ചേർന്ന സമ്മേളനം പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുത മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രസിഡന്റായി എളമരം കരീമിനെയും ജനറൽ സെക്രട്ടറിയായി പ്രദീപ് C ശ്രീധരനെയും തെരഞ്ഞെടുത്തു. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ അർബുദ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി 1.40 ലക്ഷത്തോളം പേർ ഇതുവരെ അർബുദ സ്ക്രീനിംഗിൽ പങ്കാളികളായി. സ്ക്രീനിംഗ് ചെയ്തതിൽ 6,386 പേരിൽ രോഗസാധ്യത കണ്ടെത്തിയതിനാൽ തുടർ പരിശോധനയ്ക്ക് റഫർ ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പശ്ചാത്തലത്തിൽ കേന്ദ്രം അനുവദിച്ച 592.50 കോടി രൂപയുടെ പദ്ധതികളുടെ വിശദ പദ്ധതികൾക്ക് വിവിധ വകുപ്പുകൾ ചൊവ്വാഴ്ച സർക്കാരിന് കൈമാറും. യൂത്ത് കോൺഗ്രസിന് പിന്നാലെ ആലപ്പുഴയിൽ കോൺഗ്രസ് നേതാക്കളും മുണ്ടക്കൈ ദുരിതാശ്വാസ ഫണ്ട് മുക്കിയെന്ന് ആക്ഷേപം. ആലപ്പുഴ ആലിശ്ശേരി വാർഡിൽ പിരിച്ച ദുരിതാശ്വാസ ഫണ്ട് കൈമാറിയില്ലെന്ന് കോൺഗ്രസ് UDF വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വെളിപ്പെടുത്തൽ. ലോകവാർത്തകൾ. വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചത് ഭീഷണി സന്ദേശം പതിച്ച ടീഷർട്ടുകൾ അണിയിച്ച്. ശനിയാഴ്ച വിട്ടയച്ച 369 തടവുകാരെയും ഇസ്രായേൽ ദേശീയ പതാകയിൽ അടയാളപ്പെടുത്തിയ ചൂത മതചിഹ്നം സ്റ്റാർട്ട് ഓഫ് ഡേവിഡ് ആലോകനം ചെയ്ത വെളുത്ത ടീഷർട്ട് നിർബന്ധമായും ധരിപ്പിച്ചായിരുന്നു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചു. അയൽരാജ്യമായ റുവാണ്ടയുടെ പിന്തുണയോടെ കോങ്കോയിലെ ഗോമ പിടിച്ചെടുത്ത വിമതരുടെ മുന്നേറ്റം തടുക്കാനാകാതെ സൈന്യം. കിഴക്കൻ കോങ്കോയിലെ ഗോമയിൽ 101 കിലോമീറ്ററത്തേക്കുള്ള ബുക്കാവു നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ വിമതർ പ്രവേശിച്ചു. റഷ്യയുടെയും ഉക്രൈന്റെയും പ്രതിനിധികളുമായി സൗദിയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തും. കോഴിക്കോട് ജില്ലാ വാർത്തകൾ. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ബഹുജന പ്രക്ഷോഭത്തിന് മുന്നോടിയായുള്ള CPM ഏരിയ കാൽനട പ്രചരണ ജാഥകൾക്ക് ചൊവ്വാഴ്ച തുടക്കം. കേരള ബന്ദിനെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെയാണ് ആദായ നികുതി ഓഫീസിനുമേൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം മുദ്രാവാക്യമുയർത്തി ഭൂജന ഉപരോധം സംഘടിപ്പിക്കുന്നത്. സാഹിത്യോത്സവങ്ങൾ ഫാസിസ്റ്റ് പ്രതിരോധത്തിനുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാനുള്ള വേദിയാണെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ULCCS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തൊഴിലാളികളും എഞ്ചിനീയർമാരും മറ്റ് ജീവനക്കാരും പങ്കെടുത്ത കായികമേള മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നടന്നു. ഉത്സവ ആഘോഷത്തിനിടയിൽ ആന വിരണ്ടോടി 3 ആൾ മരിക്കാനിടയായ കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രം LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA സന്ദർശിച്ചു. 28 കിലോ കഞ്ചാവുമായി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും 2 പേരും 750 ഗ്രാം MDMAയുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്ന് ഒരാളും പിടിയിലായി. ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള യുനാനി മെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിച്ച ദേശീയ യുനാനി ദിനാഘോഷവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെമിനാർ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു ഉദ്ഘാടനം ചെയ്തു. കളിക്കളം വാർത്തകൾ. ആഭ്യന്തര ക്രിക്കറ്റിൽ പുതുശക്തിയുമായി മാറിയ കേരളം ചരിത്രത്തിന്റെ പടിവാതിൽക്കൽ. ഒറ്റ ജയം മതി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഫൈനലിലേക്ക് മുന്നേറാം. സെമിയിൽ ഗുജറാത്തിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ന് രാവിലെ 9:30 കളി. UP വാരിയേഴ്സിന് കീഴടക്കി ഗുജറാത്ത് ജയന്റ് ആദ്യ ജയം ആഘോഷിച്ചു. വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗിൽ 6 വിക്കറ്റിനാണ് ജയം. ലീഗ് ഫുട്ബോളിൽ മോശം പ്രകടനത്തെ തുടർന്ന് പരിശീലകൻ ആന്റോണിയോ റൂവോറിയെ പുറത്താക്കി. ഗോകുലം കേരള FC ടീം അവസാന 3 കളികളിലും പരാജയപ്പെട്ട് 7ാം സ്ഥാനത്താണ്.
സ്വന്തം തട്ടകത്തിൽ ഇന്ന് ഡൽഹി FC യെ നേരിടാനിരിക്കെയാണ് കോച്ചിനെ എതിരെയുള്ള നടപടി. കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് കളി. IPL ക്രിക്കറ്റിന്റെ 18ാം സീസൺ മാർച്ച് 22-ന് തുടങ്ങും. ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്ത ഈഡൻ ഗാർഡനിലാണ് കളി. കാലാവസ്ഥ. സംസ്ഥാനത്ത് വേനൽ ചൂട് ഉയർന്നു. ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. സാധാരണയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരും. സൂര്യാഘാതം, സൂര്യാതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർന്ന ചൂട് കാരണമാകുന്നതിനാൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.